നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, എന്താ ഇത്? നീ കത്തെടുത്ത് കളഞ്ഞോ? അയ്യോ ഇല്ല, അതെന്റെ കയ്യിന്ന് വഴുതി പോയതാ. ക്ഷമിക്കണം. അത് സാരമില്ല. നിനക്ക് കല്യാണക്കുറി ഇഷ്ടമായോ? കൊള്ളാം. എന്താ ഗർഗി, എന്താ ഇത്? ഞാനൊന്നും ചെയ്തില്ല. സോറി, എന്റെ കയ്യിൽ നിന്നാ ചായ വീണത്. ഗാർഗി, നീ പോയി വേറെ ചായ എടുത്തുണ്ടോ? ഏയ്, അത് വേണ്ട. ഇതെന്താ ഇയാളെന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങളുടെ വീട്ടിലൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്ന ആളല്ലേ, അപ്പോ ആൾ എത്രക്കാരനാണെന്ന് അറിയണമല്ലോ. അതോടെ അറിയാൻ വേണ്ടിട്ടാ ഞാനിങ്ങനെ നോക്കിയേ. ഗർഗി, നീ എന്ത് മര്യാദകേടായി കാണിക്കുന്നത്? നിന്നോട് ആരാ പറഞ്ഞത് ഈ പയ്യനെ ഇങ്ങനെ പരീക്ഷിക്കാൻ? ഈ പയ്യൻ എത്രക്കാരനാണെന്ന് അറിയാൻ നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അത് ഈ പയ്യനെ പരീക്ഷിക്കാൻ ഗാർഗിയോട് പറഞ്ഞത് ഞാനാ. പാർവതി, നീ എന്താ ഇയാളെ ഇൻസൾട്ട് ചെയ്യാൻ നോക്ക? ഇതെന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. ആ ഓർമ്മ നിനക്ക് വേണം പറഞ്ഞേക്കാം. വെറുതെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കരുത്. പാർവതി വിവാഹം ഉറപ്പിച്ച ശേഷമാണോ നീ ഇവനെ പരീക്ഷിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ എല്ലാരും ഒന്ന് നിർത്ത്. നിങ്ങൾ വെറുതെ പാർവതിയെ കുറ്റപ്പെടുത്തണ്ട. യാസ്മിനെ വിവാഹം കഴിക്കുന്ന ചെറുക്കൻ ആള് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് കരുതിയ പാർവതി ഗാർഗിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. അത് ജാസ്മിന്റെ ഒരു മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പാർവതി ചെയ്യുന്നൊരു ഉത്തരവാദിത്വം. അതിന് ഇവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? പാർവതി, നീ ചെയ്തത് ശരിയാ. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് നീ നിന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതിൽ എനിക്ക് നിന്നോട് അഭിമാനം തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.